നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. പനാജിയിൽ ബുധനാഴ്ച നടന്ന സ്ഥാപക ദിന പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ദാമു നായിക് പ്രസ്താവിച്ചതനുസരിച്ച് ഗോവയിലെ 40 സീറ്റുകളിലും BJP മത്സരിക്കുമെന്ന് പറഞ്ഞു. MGPയുമായുള്ള പിണക്കത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാതെ ദാമു ഒഴിഞ്ഞു. സമാന മനോഭാവമുള്ള ആളുകളെയാണ് ഞങ്ങൾക്കാവശ്യം. 2002 മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലം ഓർത്തു കാണുക. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേ ചിന്തയിലായിരുന്നു. 2-3 തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന MLAമാർക്ക് തങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും ശരിയെന്ന ധാരണ ഉണ്ടാകുന്നതായും അദ്ദേഹം വിമർശിച്ചു. സീറ്റ് വിഭജനവും മറ്റു കാര്യങ്ങളും എങ്ങനെ നടക്കുമെന്നത് ഞാൻ ഉചിത സമയത്തിൽ വെളിപ്പെടുത്തുമെന്നും ഇപ്പോൾ തന്നെ എല്ലാം പറഞ്ഞു തീർക്കേണ്ടതില്ല എന്നും ദാമു പറഞ്ഞു. ബെനോലിം ബീച്ചിന് സമീപം മത്സ്യത്തൊഴിലാളി പെലെ 2 കടലാമകളെ രക്ഷിച്ചു. പെലെ തന്റെ വലയിൽ കുടുങ്ങിയ 2 കടലാമകളെ കണ്ടെത്തി അവയെ ശ്രദ്ധാപൂർവ്വം വലയിൽ നിന്ന് മോചിപ്പിച്ച് അവയെ തിരികെ കടലിലേക്ക് വിട്ടു. കടലാമകൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ പെലെ സന്തോഷിച്ചു. അവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പെലെ അവയെ കുറച്ചുനേരം നിരീക്ഷിച്ചതായും ഹെറാൾഡിന്റെ വെബ്സൈറ്റിൽ പറയുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നതിൽ പെലെ അഭിമാനിക്കുന്നു. ഈ സംഭവം പെലെയുടെ ജീവിതത്തിൽ ഒരു പ്രധാന നിമിഷമായി മാറി. ഗോവ പോലീസ് രാജ്യവ്യാപകമായ ഒരു IPL വാതുവയ്പ് സംഘത്തെ പിടികൂടി. 44 പേർ അറസ്റ്റിലായി. 45 ലക്ഷം രൂപയുടെ ആസ്തികൾ പിടിച്ചെടുത്തു. ഗോവയിലെ വാടകയ്ക്കെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഈ സംഘം ക്യാഷ്ലെസ് രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ദി ഗോവൻ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വാതുവയ്പ് ശൃംഖല ഗോവയെ അടിസ്ഥാനമാക്കി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുകയായിരുന്നു. പണമിടപാടുകൾ ഡിജിറ്റൽ രീതിയിൽ നടത്തിയതിനാൽ പോലീസിന് ഇവരെ കണ്ടെത്തുന്നത് വെല്ലുവിളിയായിരുന്നു. അന്വേഷണത്തിൽ വാതുവയ്പ്പിനായി ഉപയോഗിച്ചിരുന്ന വൻതോതിലുള്ള ആസ്തികൾ, ഉപകരണങ്ങൾ, മറ്റ് തെളിവുകൾ എന്നിവ കണ്ടെടുത്തു. 44 പേരടങ്ങുന്ന ഈ സംഘം IPL മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വാതുവയ്പ് നടത്തുകയും അതിൽ നിന്ന് വൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഗോവയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഈ സംഘത്തിന്റെ പിടിയിലാകൽ നിയമവിരുദ്ധ വാതുവയ്പ്പിനെതിരായ പോലീസിന്റെ ശക്തമായ നടപടിയെ സൂചിപ്പിക്കുന്നു. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. മാൻഡോവി പാലം 13 ദിവസത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഗതാഗതത്തിനായി തുറന്നതായി അറിയിച്ചു. പുതിയ മാൻഡോവി പാലത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയതായും ഇത് ഗോവയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ പാലം പനാജിയും മറ്റു പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ്. അറ്റകുറ്റപ്പണികൾ മൂലം യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നതായും എന്നാൽ ഇനി യാത്ര സുഗമമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പാലത്തിന്റെ ഘടന ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഈ പ്രവൃത്തികൾ നടത്തിയതെന്ന് അവർ വിശദീകരിച്ചു. ഗോവയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമായി സർക്കാർ പങ്കാളിത്തം ഉണ്ടാക്കിയതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പനാജി, മൊപ്സ, മഡ്ഗാവ്, വാസ്കോ എന്നിവിടങ്ങളിൽ EV ചാർജിംഗ് സ്റ്റേഷനുകളും ആധുനിക ബാറ്ററി സ്വാപ്പിംഗ് സൗകര്യങ്ങളുമാണ് സ്ഥാപിക്കുക. ചാർജിംഗ് സ്റ്റേഷനുകൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി IOCL ഉത്തരവാദിത്തം വഹിക്കും. ഇതിന്റെ ഭാഗമായി ശൗചാലയങ്ങൾ, ചേഞ്ചിംഗ് റൂമുകൾ, ഇന്ധന സ്റ്റേഷനുകൾ എന്നിവയും സർക്കാർ ചിലവില്ലാതെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. വൈദ്യുതി കണക്ഷൻ ചിലവിന്റെ 50% സർക്കാർ വഹിക്കും. ഇനിഷ്യേറ്റീവ് ഗ്രീൻ എനർജിയും കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കലുമാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. തമ്പോല അല്ലെങ്കിൽ ഹൗസി കളികളും അനധികൃത ചൂതാട്ടങ്ങളും സൗത്ത് ഗോവയിൽ വ്യാപകമായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ജില്ലാ കളക്ടർ എഗ്ന ക്ലീറ്റസ് വിശദീകരിച്ചുവെന്നാണ് ദി ഗോവൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1976 പ്രകാരം ഇത്തരം പ്രവർത്തനങ്ങൾ കുറ്റകരമാണെന്നും ഇതിനെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ ഉപജില്ലാ കളക്ടർമാരെയും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമാരെയും നിർദ്ദേശിച്ചു. പരിശോധനകളും റെയ്ഡുകളും നടത്തിയ റിപ്പോർട്ടുകൾ ഓരോ ആഴ്ചയും കളക്ടറുടെ ഓഫീസിൽ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആവശ്യമായിടത്ത് പോലീസിന്റെ സഹകരണത്തോടെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തനം തടയണമെന്ന് ജില്ലാ പോലീസ് മേധാവി ടികം സിംഗ് പോലീസ് സ്റ്റേഷനുകളെ അറിയിച്ചു. എന്നാൽ പ്രധാനമായി ഈ ബാൻ ബാധിക്കാൻ പോകുന്നത് ലോക്കൽ ഫുട്ബോൾ ടൂർണമെന്റുകളെയാണ്. ഹാഫ് ടൈമിൽ തമ്പോല നടത്തിയാണ് മിക്ക ടൂർണമെന്റുകളും അവരുടെ ചെലവ് നടത്തുന്നത്. കൂടാതെ തമ്പോലകൾ നടത്തുന്നതുകൊണ്ടാണ് ലോക്കൽ ഫുട്ബോൾ കാണാൻ ISLനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. പോണ്ട മുനിസിപ്പാലിറ്റി 1500 യൂണിറ്റുകൾക്ക് മലിനജല സംസ്കരണ സംവിധാനവുമായി ബന്ധിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച വാർത്തയനുസരിച്ച് പോണ്ട മുനിസിപ്പൽ കൗൺസിൽ നിയമവിരുദ്ധമായി മലിനജലം ഡ്രെയിനേജിലേക്ക് ഒഴുക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചു. 88 കെട്ടിടങ്ങളിലായി ഏകദേശം 1600 അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്നു. ഇവിടെ താഴത്തെ നിലയിലുള്ളവർ മലിനജലം കവിഞ്ഞൊഴുകുന്നതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മുഖ്യ ഉദ്യോഗസ്ഥനായ യോഗിരാജ് ഗോസാവി ഈ കെട്ടിടങ്ങൾക്ക് ശരിയായ മലിനജല സംവിധാനവുമായി ബന്ധിപ്പിക്കാൻ നോട്ടീസ് നൽകി. അടുത്തിടെ 15 മുതൽ 20 കണക്ഷനുകൾ വിച്ഛേദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. പരിസര ശുചിത്വവും പൊതുജനാരോഗ്യവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി.
നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗോവ സർക്കാർ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള 200 ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ലേലം ചെയ്യാൻ സ്ക്രാപ്പ് മേളകൾ സംഘടിപ്പിക്കുന്നു. പൊർവോറിം, മഡ്ഗാവ്, മപ്സ എന്നിവിടങ്ങളിലാണ് ഈ മേളകൾ സംഘടിപ്പിക്കുന്നത്. ആദ്യ മേള താൽക്കാലികമായി ഏപ്രിൽ 20 പൊർവോറിമിൽ നടക്കുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലേലത്തിന് 2 ദിവസം മുൻപ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.